നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സത്യത്തില് വീഡിയോ എടുക്കണോന്ന് ഇങ്ങനെ പള്ളിയിലൊക്കെ പോയിട്ട് വന്നപ്പോഴ് എല്ലാ ദിവസവും ലൈവ് ഒക്കെ വേണമെന്ന് ഒത്തിരി ആഗ്രഹിക്കാറുണ്ട്. പലപ്പോഴും അത് പ്രാക്ടിക്കലായിട്ട് നടക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഈ മാസം തൊട്ട് കൂടുതൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നും നിങ്ങളെ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ആഗ്രഹമാണ്. കാര്യം ഞാനിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ താഴെ വന്നിട്ട് ഒത്തിരി കമൻറ്റുകൾ ഇങ്ങനെ കാണാറുണ്ട്. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങൾ ഒത്തിരി കടബാധ്യതയിലാണെന്നൊക്കെ പറയുന്ന ഒത്തിരി മനുഷ്യരെ ഞാൻ കാണാറുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾക്ക് എന്തും നേടാനായിട്ടുള്ള മാജിക്കൽ പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അത് എവിടെയാ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്തല്ല, അകത്താണ്. കാര്യം എന്താ ഇത്രയും ശക്തിയോടെ ഈ വാക്കുകൾ സംസാരിക്കണമെന്ന് അറിയാമോ? ഞാനൊരു 1997 എൻ്റെ ഒരു കല്യാണം, എൻ്റെ ഒരു മനസ്സമ്മതത്തിൻ്റെ സമയത്താണ് എനിക്ക് ആദ്യമായിട്ട് എറണാകുളത്ത് ഒരു വീട് വേണം എന്ന ഒരാഗ്രഹം ഉണ്ടാവുന്ന ലെവലിലേക്കുള്ള ഒരു വളരെ തിക്തമായിട്ടുള്ളൊരു അനുഭവം ഉണ്ടാവുന്നത്. അന്ന് ഞാൻ വളരെ അധികം വിഷമിച്ചിരുന്നു ഒരു സിറ്റുവേഷൻ ഞാൻ അഡ്രസ്സ് ചെയ്തപ്പോൾ. കാരണം എനിക്കതൊരു വാടക വീടാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് വന്ന കുറച്ച് ആൾക്കാർ അങ്ങനെയുള്ളൊരു കമൻ്റ് അടിച്ചപ്പോൾ വന്നൊരു വിഷമമാണ് എന്നെ എറണാകുളത്ത് നല്ലൊരു വീട് വെക്കണം എന്ന ഒരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ടത്. ആ ഒരു ചിന്ത ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വിചാരിച്ചു. അന്ന് എങ്ങനെ ചെയ്യും എന്നൊന്നും എനിക്കറിയില്ല, എങ്കിൽ പോലും ഞാൻ ആഗ്രഹിച്ചു എനിക്ക് എറണാകുളത്തൊരു വീട് വെക്കണം. സത്യത്തിൽ ഈ ഒരു ആഗ്രഹം അത്രയും സ്ട്രോങ് ആയപ്പോൾ 97 ഞാൻ കല്യാണം കഴിച്ചു. 98 ഏപ്രിൽ 6 എൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ എൻ്റെ ആദ്യത്തെ വീട് മരടിൽ രജിസ്റ്റർ ചെയ്തു. അഗെയിൻ ഈ ഒരു വീട് വെച്ചു വളരെ നല്ല രീതിയിൽ അവിടെ ഇങ്ങനെ താമസിച്ച് വന്നപ്പോഴാണ് എനിക്കൊരു ചിന്ത വന്നത്. എനിക്ക് ആ സ്ഥലം വളരെ ചെറിയൊരു 4 സെൻറ്റ് താഴെയുള്ളൊരു സ്ഥലമായിരുന്നു. ഒരു 1200 സ്ക്വയർ ഫീറ്റ് വീടുള്ളൊരു വീടായിരുന്നു. അപ്പോഴാണ് ഒരു മനസ്സിലൊരു ആഗ്രഹം വന്നത്, കുറച്ചുകൂടി വലിയൊരു വീട് വെക്കണം, കുഞ്ഞുങ്ങൾക്ക് കളിക്കാൻ പറ്റണം, അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പ്രൊഡ്യൂസും അത്യാവശ്യം ഇവിടുന്ന് അവർക്ക് ഒരു അനുഭവം ഉണ്ടാവുന്ന ലെവലിലേക്കുള്ള ഒരു വീടായിരിക്കണം അത് എന്നത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്വപ്നം ഞാൻ ഒരു പേപ്പറിലേക്ക്, ഒരു ബുക്കിലേക്ക്, ഒരു റെഡ് ഡയറിയാണ്, ആ ഡയറിയിലേക്ക് ഇങ്ങനെ എഴുതി വെച്ചു. ശരിക്കും എത്ര പ്രയർ റൂം, ജിം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് എഴുതി വെച്ചിട്ട് ഞാനിങ്ങനെ എൻ്റെ മനസ്സിൽ, എൻ്റെ സ്വപ്നത്തിൽ ഞാൻ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ജീവിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല, 2005 എൻ്റെ സ്വപ്ന തുല്യമായ ഈ ഒരു വീട് ഞാനിപ്പോൾ ഒരു 20 വർഷമായിട്ട് ഈ ഒരു വീട്ടിൽ വളരെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, അത്രയധികം ഈ ഒരു പ്രകൃതിയോട് അത്രയും ചേർന്ന് ജീവിക്കുന്ന ലെവലിലേക്ക് പോകാനായിട്ട് എൻ്റെ ആ ഒരു സ്വപ്നം റിയാലിറ്റി ആവാനായിട്ട് സാധിച്ചു. അതിൽ ഞാൻ എത്ര ജോലി എടുത്തെന്നോ എങ്ങനെ നടന്നു എന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ്. എല്ലാ സാഹചര്യങ്ങളും അതിനാവശ്യമായിട്ടുള്ള ആൾക്കാരും സന്ദർഭവും പണവും എല്ലാം എന്നിലേക്ക് നാച്ചുറലി ഫ്ലോ ചെയ്യുകയോ ചെയ്തേ. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ ലൈഫിൽ നമ്മൾ നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് പോണതിൻ്റെ മേജർ റീസൺ എന്താണെന്നറിയാമോ? നമ്മളുടെ ആ ചിന്തകളാണ്. അപ്പം നമ്മളുടെ ചിന്തകൾ ശക്തമാണ് നമ്മളുടെ ലക്ഷ്യങ്ങളിലേക്ക് എങ്കിൽ, നമ്മളുടെ ആ ഒരു ഇമോഷണൽ ഫ്രീക്വൻസി ഹൈ ആണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തും നേടാനായിട്ടുള്ള മാജിക്കൽ പവർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു പവറും സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരാളുടെ അടുത്തല്ല, എല്ലാം നമ്മുടെ ഉള്ളിലാണ്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈ ഒരു ശക്തിയൊക്കെ ഉള്ളത്. പക്ഷെ നമ്മളെല്ലാവരും എന്താ ചെയ്യണത്? ഞാൻ ഹെൽപ്ലെസ് ആണ്, എന്നെ ആരെങ്കിലും സഹായിച്ചാൽ മാത്രമേ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേടാൻ പറ്റൂ എന്ന ഒരു ചിന്തയുമായിട്ട് നമ്മളിങ്ങനെ ഒരു ഭിക്ഷക്കാരെ പോലെ നമ്മൾ അലഞ്ഞലഞ്ഞ് നടക്കുവാണ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു മരം വെക്കണത് പോലെ തന്നെയാണ്. ആ ഒരു മരം വെക്കുമ്പോൾ ആ ഒരു മരം വെക്കുന്ന ആൾക്ക് ഈ ഒരു ഭൂമിയിലേക്ക് എന്ത് മരമാണ് വെക്കേണ്ടത് എന്ന ബോധ്യത്തിൽ, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പം എൻ്റെ തൊട്ടടുത്ത് ഇപ്പം ആനന്ദ് ഈ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഒരു ചാമ്പ മരത്തിൻ്റെ അടുത്ത് നിന്നിട്ടാണ് ആനന്ദ് ഈ ഒരു വീഡിയോ എടുക്കണേ. അപ്പം ചാമ്പ മരത്തിൻ്റെ ഒരു കുരുവാണ് അതിൻ്റെ അകത്ത് ഇടണതെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവുന്നത് ചാമ്പങ്ങയായിരിക്കും. പക്ഷെ തൊട്ടപ്പുറത്തേക്ക് ആനന്ദ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ എന്ത് കാണുമെന്ന് അറിയാമോ? ഒരു മാട്ടോവ എന്ന് പറഞ്ഞൊരു മരം കാണും. ആ ഒരു മാട്ടോവ ഉണ്ടാവാനുള്ള കാരണം എന്താ? മാട്ടോവയുടെ കുരു ഇട്ടുകൊണ്ടാണ്. അത് കഴിഞ്ഞ് തൊട്ടപ്പുറത്തേക്ക് പോയൊരു മാവുണ്ട്. ആ മാവ് ഉണ്ടാവാനുള്ള കാരണം എന്താണ്?
ആ മാങ്ങയുടെ അണ്ടി കുഴിച്ചിട്ടുകൊണ്ടാണ്. അപ്പൊ ഈ ഏത് മരമാണ്, നമ്മുടെ മനസ്സെന്ന് പറഞ്ഞത് വളരെ സർഗാത്മകമാണ്, വളരെ ഫർട്ടൈൽ ആയിട്ടുള്ള ഒരു ലാൻഡാണ്. ആ ലാൻഡിലേക്ക് നമ്മൾ എന്താണ് നിക്ഷേപിക്കുന്നത് എന്നതിന് വളരെ പ്രാധാന്യമുണ്ട് നമ്മളുടെ ജീവിതം എങ്ങനെ വരുന്നു എന്നുള്ളതിന്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ലൈഫിൽ ഒന്നും നേടാൻ പറ്റാത്ത അവസ്ഥ നിങ്ങൾ എത്ര ദാരിദ്ര്യത്തിൽ ജനിച്ച ഒരാളാണെ പോലും നിങ്ങൾക്കില്ല. എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങളുടെ ചിന്താരീതികൾ മാറണം, നിങ്ങളുടെ ഫീലിംഗ് മാറണം, നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള കാഴ്ചപ്പാടുകൾ മാറണം. ജീവിതം എന്ന് പറയുന്നത് നമ്മൾക്ക് അതിൻ്റെ സൗന്ദര്യം അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണം, അതിൻ്റെ ആ രുചി ഒക്കെ അനുഭവിക്കാൻ പറ്റണമെങ്കിൽ നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ നമ്മൾ ജീവിക്കാൻ തുടങ്ങണം. ജീവിതം എല്ലാം ഇവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ ഈ മിറക്കിൾ മോർണിംഗ് മില്ലിനിയർ വർക്ക്ഷോപ്പുകൾ കഴിഞ്ഞ ഒരു 3.5 വർഷമായിട്ട് നിങ്ങളെ ഞാൻ പഠിപ്പിക്കുന്നത്. കാര്യം ഈ ഒരു വർക്ക്ഷോപ്പിൽ ഞാൻ നിങ്ങളെ എന്താ പഠിപ്പിക്കുന്നത്? നിങ്ങളിലേക്ക് വർക്ക് ചെയ്യാനാണ്. പല മനുഷ്യരും, എനിക്കിപ്പോഴും അറിയാം, എൻ്റെ ഒരു ബിസിനസ്സുകാരൻ എന്നെ വന്ന് ഈ എൻ്റെ ക്ലാസ്സിൽ 199 റുപ്പീസിൽ ഞാൻ ഈ ഒരു മിറക്കിൾ മോർണിംഗിൻ്റെ ക്ലാസ്സുകൾ നടത്തുമ്പോൾ അദ്ദേഹം വന്നപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് മൾട്ടിപ്പിൾ ബിസിനസ്സുകളുണ്ട്, എൻ്റെ ബിസിനസ്സുകൾ ഒക്കെ ഒരു കോവിഡൊക്കെ വെച്ചിട്ട് വളരെ തകർച്ചയിലാണ്. അപ്പോൾ ആ ഒരു തകർച്ചയിൽ നിൽക്കുന്നപ്പോൾ എൻ്റെ വീട് വിൽക്കണ അവസ്ഥ വന്നു. ഇപ്പം ഞാൻ വാടക വീട്ടിലാണ്. എൻ്റെ ബന്ധുക്കളെല്ലാം വളരെ ഉയർന്ന തലത്തിൽ ബിസിനസ്സും സമ്പത്തും ഒക്കെ വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ ജീവിക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവരുടെ മുഖത്തേക്ക് നോക്കാനായിട്ട് പോലും പറ്റണില്ല. ഞാൻ എല്ലാം നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ്. എൻ്റെ റിലേഷൻഷിപ്പ് വളരെ മോശമായി. എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റണില്ല. എനിക്ക് എന്നോട് തന്നെ ഒരു വെറുപ്പാണ്. ആത്മഹത്യ ചെയ്താലോ എന്ന ചിന്തയാണ് എപ്പോഴും. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല. ഞാൻ വളരെ നല്ല രീതിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളായിരുന്നു. എൻ്റെ കരിയറിൽ നിന്ന് വളരെയധികം ഇൻകം ഉണ്ടാക്കിയിട്ടുണ്ട്. എൻ്റെ മക്കൾക്ക് ഞാൻ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് ഒരു വിലയില്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയേക്കണു. എനിക്കിത് ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന ഒരു വാക്കുമായിട്ടാണ് അദ്ദേഹം എൻ്റെ ക്ലാസ്സുകളിലേക്ക് വന്നത്. പക്ഷെ എൻ്റെ ക്ലാസ്സുകളിൽ വരികയും ഈ ഒരു 10 മണിക്കൂർ മിറക്കിൾ മോർണിംഗിൽ അദ്ദേഹം പങ്കെടുക്കുകയും 4ാമത്തെ ദിവസം അദ്ദേഹം എല്ലാവരുടെയും മുമ്പിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്തപ്പോൾ അദ്ദേഹം പിന്നെ 1 ഇയറിലേക്ക് ജോയിൻ ചെയ്തു. ആ ഒരു വർഷം എഗെയിൻ സെക്കൻഡ് ഇയറിലേക്ക് അദ്ദേഹം ഏതാണ്ട് 1.5 വർഷം എൻ്റെ കൂടെ അദ്ദേഹം യാത്ര ചെയ്തു. ഈ ഒരു 1.5 വർഷത്തിൽ അദ്ദേഹം വർക്ക് ചെയ്തത് അദ്ദേഹത്തിൻ്റെ എനർജിയിലാണ്. എവറി ഡേ ക്ലാസ്സുകൾ എല്ലാ ദിവസവും അദ്ദേഹം കാണാൻ തുടങ്ങി. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ പറയുന്ന എല്ലാ പ്രാക്ടീസുകളും ഒരു കുഞ്ഞിനെ പോലെ സറണ്ടർ ചെയ്ത് വർക്ക് ചെയ്യാൻ തുടങ്ങി. എവറി ഡേ എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. കള്ള് കുടിക്കുന്ന സ്വഭാവമൊക്കെ മാറ്റി വെച്ചിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫാമിലിക്ക് ഏറ്റവും നല്ല രീതിയിലേക്ക് ക്വാളിറ്റി ടൈം കൊടുക്കാൻ തുടങ്ങി. അദ്ദേഹം വളരെ സന്തോഷിക്കാൻ തുടങ്ങി. കൃഷി ചെയ്യാൻ തുടങ്ങി. ജീവിതത്തിനോടുള്ള കാഴ്ചപ്പാടുകൾ ഓരോ ദിവസം കഴിയും തോറും അദ്ദേഹത്തിന് മാറാൻ തുടങ്ങി. അദ്ദേഹം പൂട്ടാനിരുന്ന ഓഫീസ് വളരെ ഫ്ലറിഷ്ഡ് ആവാൻ തുടങ്ങി. എംപ്ലോയീസിനോട് ചൂടാവണത് മാറിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അവരുടെ ഫ്രണ്ടിലേക്ക് കയറാൻ തുടങ്ങി. ഇന്ന് അദ്ദേഹം ലക്ഷദ്വീപിൽ അടുത്തൊരു ഓഫീസ് തുടങ്ങി. അഗെയിൻ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വപ്നമായിരുന്നില്ല ഫാം ഹൗസ്, അദ്ദേഹത്തിന് സ്വപ്നമായിട്ടുണ്ടായിരുന്ന കാര്യം, ആ ഒരു ഫാം ഹൗസ് അദ്ദേഹം മധുരയിൽ വാങ്ങി. അഗെയിൻ ഡൽഹിയിൽ ഒരു ഓഫീസ് തുടങ്ങി. മാജിക്കലി ഒരു 1.5 വർഷത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത്, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ആഗ്രഹിക്കാത്ത അത്രയും തലത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം ഉയരാൻ തുടങ്ങി. മോള് വീട് വെച്ചു. മോന് ശരിക്കും ഒരു MNC കമ്പനിയിൽ ജോലി കിട്ടി. ഫാമിലിയായിട്ട് അത്രയും നല്ലൊരു ബന്ധം തിരിച്ചു പിടിക്കാൻ പറ്റി. പണ്ട് ബന്ധുക്കളുമായിട്ട് അകൽച്ചയായിരുന്നെങ്കിൽ ഇന്ന് ബന്ധുക്കളുമായിട്ട് അത്രയും ഇമ്പമുള്ള ഒരു ജീവിതം അദ്ദേഹത്തിന് സ്വായത്തമാക്കാൻ സാധിച്ചു. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? അദ്ദേഹത്തെ വിശ്വസിക്കാൻ തുടങ്ങി, അദ്ദേഹത്തിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പം നിങ്ങൾ തിരിഞ്ഞു നോക്കിയാൽ ഒത്തിരിയധികം ഒരു 3500 സക്സസ് സ്റ്റോറീസ് എൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പഠിക്കുന്ന ആൾക്കാരുടെ സ്വായത്തമാക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഈ ഒരു ചെറിയൊരു പീരീഡിൽ പറ്റി. പക്ഷെ ഞാൻ എപ്പോഴും പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ജീവിതത്തിലാണെങ്കിൽ പോലും ഒത്തിരി അധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോയിട്ടുണ്ട് ഞാൻ. ഈ ഓരോ പ്രതിസന്ധികളും എന്നെ തകർത്തിട്ടുണ്ട്. ഞാൻ പല സമയത്തും പവർലെസ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും എൻ്റെ ഒരു ചിന്ത എപ്പോഴും വന്നിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയാമോ? ഞാൻ ഇവിടെ ഇങ്ങോട്ട് ജനിക്കുന്നതിന് മുമ്പ് തന്നെ എന്നെപ്പറ്റി എൻ്റെ ദൈവത്തിന് വളരെ ശക്തമായിട്ടുള്ള പ്ലാനുണ്ട്, പദ്ധതിയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്ലാൻ ബേസ് ചെയ്തിട്ട് തന്നെയാണ് എൻ്റെ ജീവിതം പോണത്. പിന്നെ ഞാൻ എന്തിന് എൻ്റെ ഒരു പാളിപ്പോയ പ്ലാനിലേക്ക് പിടിച്ച് വിഷമിക്കണം? എൻ്റെ ഒരു 100 കോടി ടേൺ ഓവർ ഒരു വർഷമുള്ള ഒരു കമ്പനി പോലും ഒരു ദിവസം കൊണ്ട് നിർത്താനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമ്പോൾ
ഞാൻ സറണ്ടർ ചെയ്തത് എൻ്റെ ദൈവത്തോടാണ്. കാര്യം എൻ്റെ ജീവിതം 100% തമ്പുരാൻ നോക്കിക്കൊള്ളും എന്ന പൂർണ്ണമായിട്ടുള്ള വിശ്വാസത്തിൽ എനിക്ക് നഷ്ടം തരുന്ന ആ ഒരു കമ്പനിയോട് നോ പറയാനും ആ ഒരു ബിസിനസ്സിൽ നിന്ന് പൂർണ്ണമായിട്ട് ഇറങ്ങാനും എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്നെ ഫുൾ സപ്പോർട്ടഡ് ആണ് എന്നൊരു വിശ്വാസത്തിൽ ഞാൻ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ലൈഫ് മാറിയിട്ടുണ്ട്. ജീവിതത്തിൽ തകർച്ച എന്ന് പറയുന്നത് ഇന്ന് ഞാൻ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഓരോ തകർച്ചകളും എൻ്റെ ജീവിതത്തിൽ ദൈവം തന്നത് കൂടുതൽ ശക്തി പ്രാപിക്കാനും ഒത്തിരി അധികം മനുഷ്യരെ ചേർത്ത് വെക്കാനും അവരുടെ ലൈഫിൽ കരുത്തോടെ ജീവിക്കാനായിട്ടുള്ള ഒരു ടൂൾ ആവാനായിട്ടുള്ള ഒരു അവസരമായിരുന്നു എന്ന് ഇന്ന് തിരിച്ചറിയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അത്രയും ചാരിതാർത്ഥ്യവും നന്ദിയുണ്ട്. കാരണം ഒരു കോവിഡ് പാൻഡമിക് വന്നപ്പോൾ ഏറ്റവും സോഷ്യലി കണക്റ്റഡ് ആയിട്ട് നിന്ന എന്നെ പേടിച്ചിട്ടാണ് ഞാൻ സത്യത്തിൽ ആൾക്കാരുമായിട്ട് ബന്ധമില്ലാതെ ജീവിക്കാൻ ഒരിക്കലും എനിക്ക് പറ്റില്ല എന്ന തിരിച്ചറിവാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനായിട്ടുള്ള ഒരു കാരണമായത്. ഇന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഞാൻ കഴിഞ്ഞ മാസം ഞാനൊരു നവംബറിൽ മലേഷ്യയിൽ പോയിരുന്നു. അപ്പോൾ ഈ മലേഷ്യയിൽ പോയപ്പോൾ ആ ഓരോ ട്രാവലിൽ ഇങ്ങനെ ഞാൻ എയർപോർട്ടിൽ ചെന്നപ്പോൾ തൊട്ട് ഇങ്ങനെ മലേഷ്യയിൽ ചെന്ന് തിരിച്ചിവിടെ എത്തുന്നത് വരെ അത്ര അധികം മനുഷ്യർ എന്നെ തിരിച്ചറിഞ്ഞു എന്നുള്ളത് എനിക്ക് തന്ന സന്തോഷത്തിന് അതിലില്ലാന്നാണ് പറയാൻ പറ്റുക. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഈ യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ നമ്മളെ തിരിച്ചറിയുന്നു, നമ്മളുടെ വീഡിയോകൾ കണ്ടിട്ട് അവരുടെ ജീവിതത്തിൽ ഒരു ശക്തിയോടെ പോകാനായിട്ടുള്ള കരുത്താവുന്നുണ്ട് എൻ്റെ ശബ്ദം എന്ന് കേൾക്കുമ്പോൾ ഉറപ്പായിട്ടും നന്ദിയുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഈ ഒരു 6 വർഷത്തെ ജേർണിയിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ എൻ്റെ വീഡിയോകൾ ഇങ്ങനെ കണ്ടില്ലായിരുന്നെങ്കിൽ, നിങ്ങൾ എനിക്ക് ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്രയും നാൾ ഈ ഒരു സ്പേസിലുണ്ടാവില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്താണെന്നറിയാമോ, നിങ്ങളെ കുറേ കൂടി ഞാൻ എൻ്റെ ഒരു 33 വർഷം കൊണ്ട് വളരെ ഹാർഡായിട്ട് നേടിയ കുറേ അനുഭവങ്ങളുണ്ട്. ഇപ്പോൾ എങ്ങനെ വളരെ സ്ട്രഗിൾ ചെയ്യുന്നൊരു ഫാമിലിയിൽ നിന്ന് ഇന്ന് ഈ ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻസും ഒരു സന്തോഷവും സമാധാനവും ഒക്കെ ഉള്ള ഒരു ലൈഫിലേക്ക് എത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരുന്നില്ല. വളരെ ഹാർഡായിട്ടാണ് ഞാൻ ഇതൊക്കെ ഒരു പഠിക്കാനും അല്ലെങ്കിൽ ഇത് എൻ്റെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാനൊക്കെ എടുത്തതെന്ന് പറഞ്ഞാൽ വളരെ നീണ്ട വർഷങ്ങളാണ്. പക്ഷെ ഇന്ന് ഞാനൊരു കോച്ചായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നിങ്ങളെ ഒരു കുഞ്ഞിനെ പോലെ സറണ്ടർ ചെയ്യുന്ന ആൾക്കാരെ. അതിപ്പോൾ എൻ്റെ ക്ലാസ്സുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 8 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള ആൾക്കാർ ഇപ്പോൾ എൻ്റെ ക്ലാസ്സുകളിലുണ്ട്. കാരണം എന്താണെന്നറിയാമോ, ഞാൻ ഈ ഒരു ക്ലാസ്സുകളൊക്കെ തുടങ്ങിയത് 2022 മെയ് 19-നാണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് തുടങ്ങാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു മെൻറ്ററോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, ഷീജ നിനക്ക് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ട്, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത ഒരാൾ ഇങ്ങനെ വെറുതെ കോവിഡിൽ വീട്ടിൽ ഇരിക്കല്ലേ ഇങ്ങനെ ആസ്മയെ പേടിച്ചിട്ട്, അപ്പം നീ ഒരു കാര്യം ചെയ്യേ, കുറച്ച് സ്ത്രീകളെ നീ സപ്പോർട്ട് ചെയ്യേ. എത്ര അധികം സ്ത്രീകളാണ് കേരളത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഒന്നും ചെയ്യാതെ അവരിയ്ക്കുന്നത്. അപ്പം നിനക്ക് അവരെ ഒന്ന് മെൻറ്റർ ചെയ്തൂടെ, അവരെ സപ്പോർട്ട് ചെയ്തുകൂടെ, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിനക്ക് നിൻ്റെ അറിവുകൾ പറഞ്ഞു കൊടുത്തൂടെ. ആ ഒരു തോട്ടാണ് ഇന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യണ ലെവലിലേക്ക് കൂടുതൽ പഠിക്കാനും കൂടുതൽ കാര്യങ്ങൾ സ്വായത്തമാക്കിയിട്ട് നിങ്ങളെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ലേസർ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങളുടെ ഗോളിലേക്ക് എത്തിക്കണ ഒരു ലൈഫ് കോച്ചായിട്ട് മാറാനായിട്ടുള്ള പ്രചോദനമായത്. അപ്പോൾ ഓരോ ദിവസവും ഇപ്പം ഈ ഒരു യാത്രയിൽ ഏറ്റവും ഭയങ്കര സന്തോഷം സത്യത്തിൽ എൻ്റെ മകൾ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഈ ഒരു മോൾ എൻ്റെ കൂടെ വന്നപ്പോൾ ഒരു കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ അത്രയ്ക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒത്തിരി ഓവർ പഠിക്കാൻ ഇഷ്ടമുള്ളൊരു സ്റ്റുഡൻ്റ് ഒന്നും ആയിരുന്നില്ല. അനിറ്റയെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവൾ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഏറ്റവും സ്ട്രക്ചേർഡ് ആയിട്ട് റിസർച്ച് ചെയ്ത് തന്നെ പഠിക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു ആപ്ലിക്കേഷനിൽ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു ശക്തി അതാണ്. എന്ത് കാര്യങ്ങൾ കിട്ടിയാലും അതിലെ ഐഡിയാസ് ഏറ്റവും നന്നായിട്ട് അപ്ലൈയും, അതിന് കൺസിസ്റ്റൻസി ഉണ്ട്, ഡിസിപ്ലിൻ ഉണ്ട്, ആക്ഷൻ ഉണ്ട്. ഒരിക്കൽ പോലും ഞാൻ അതിന് വെള്ളം ചേർക്കാറില്ല. പക്ഷേ അനീറ്റ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കാൻ വളരെ മിടുക്കിയാണ്, വളരെ പാഷനേറ്റ് ആണ്. അപ്പോൾ അനീറ്റ എൻ്റെ ഒരു കരിയറിലേക്ക് എൻ്റെ ഒരു പാർട്ണറായിട്ട് കിട്ടിയപ്പോൾ സത്യത്തിൽ ഈ ലൈഫ് കോച്ചിങ് എന്ന് പറയുന്നൊരു ജേർണി കൂടുതൽ രസകരമായിട്ടുള്ള ജേർണി ആയിട്ട് മാറി. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ, ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആർക്കും വലിയ വീട് വെക്കാനോ വലിയ കാറ് മേടിക്കാനോ ബിസിനസ് ശരിക്കും സക്സസ്ഫുള്ളായിട്ട് മൾട്ടിപ്പിൾ ബിസിനസ്സുകൾ ക്രിയേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൊരു കഴിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക, അതിനൊരു സ്ട്രക്ചറുണ്ട്.
അതിൻ്റെ ഒരു ചിന്തയിലാണ് തുടങ്ങേണ്ടത്. അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഏത് മരമാണ് നമ്മൾ നടണത് എന്ന് തീരുമാനിക്കുന്നത് പോലെ നിങ്ങളുടെ ഗോളുകളെ നിങ്ങൾക്ക് ഒന്ന് ക്ലാരിറ്റിയോടെ എഴുതാൻ പറ്റണം പേപ്പറിലേക്ക്. അപ്പോൾ ആ ഒരു കാര്യം എന്ന് എഴുതുക. എഴുതിയിട്ട് എങ്ങനെ നേടണം എന്ന് സംശയമാണ്, പൈസ ഇല്ലെന്നൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നിങ്ങളൊരു കാര്യം ചെയ്യാം. ഈ മാസം 25-ാം തീയതി, ഫെബ്രുവരി 25-ാം തീയതി വെനസ്ഡേ മോർണിംഗ് 5 മണിക്ക് എൻ്റെ മിറക്കിൾ മോർണിംഗിൻ്റെ ക്ലാസ് ഉണ്ട്. ആ ഒരു ക്ലാസ്സിൽ 10 മണിക്കൂർ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ എഗെയിൻ ഇൻസ്റ്റഗ്രാമും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണെങ്കിൽ, ഫോളോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ 1000 റുപ്പീസിൽ നിങ്ങൾക്ക് എൻ്റെ ആ ഒരു 10 hours ഓഫ് ലേണിങ്ങിൽ പങ്കെടുക്കാം. അപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ മാജിക്കലി നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിനെ ബിൽഡ് ചെയ്യാം, എങ്ങനെ ഒരു മില്യണർ ആവാം, എങ്ങനെ ഒരു അബണ്ടൻസിലേക്ക് എത്താം, എങ്ങനെ നിങ്ങളിൽ വർക്ക് ചെയ്യാം എന്നുള്ളത് ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരാൾക്കും ഏറ്റവും നല്ലൊരു ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഒപ്പം ഞാൻ നിങ്ങളുടെ ഏത് രീതിയിൽ സ്ട്രക്ക് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു പേഴ്സണൽ സപ്പോർട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ലൈഫ് കോച്ചിങ് സപ്പോർട്ടുകൾ വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ക്ലാസ്സുകളിൽ വരാം, അല്ലെങ്കിൽ പേഴ്സണൽ സപ്പോർട്ടിന് വേണ്ടിയിട്ട് പേഴ്സണൽ കോച്ചിങ് സെഷൻസ് നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ജീവിതത്തിൽ മനസ്സിലാക്കുക, അവനവനിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് ലൈഫ് മാജിക് ആവുന്നത്. ജീവിതത്തിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏറ്റവും ബെറ്റർ ആവുകയും നമ്മുടെ ശക്തി തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ ലൈഫ് മാജിക് ആവും. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ടേക്ക് കെയർ.